ഇനി ഞങ്ങള് രണ്ട് ചട്ടിയുമായിട്ടാണ് രണ്ടുപേരും ഇരിക്കുന്നത് കേട്ടോ. എന്താന്ന് മനസ്സിലായി കാണുമല്ലോ, കഞ്ഞികുടി ചട്ടിയാണ്. ഇപ്പം പഴങ്കഞ്ഞി സാധാരണ നമ്മൾ തലേദിവസം ചോറ് വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെയാണല്ലോ പഴങ്കഞ്ഞി എടുക്കുന്നത്. ഇത് ഇന്ത്യയിലെ തലേദിവസത്തെ ചോറാണ്. കാര്യം അങ്ങനെ പഴങ്കഞ്ഞിയായിട്ട് ഇന്ന് എടുക്കുന്നില്ല. അമ്മയ്ക്കാണ് പഴങ്കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സാധാരണ തലേദിവസം ഇട്ട് വെച്ചിട്ടില്ല, തലേദിവസത്തെ ചോറ് പിറ്റേ ദിവസത്തെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുടിക്കുന്നത്. അമ്മയ്ക്ക് 3 നേരം അത് കൊടുത്താലും അമ്മയ്ക്ക് തൃപ്തിയാ കേട്ടോ. പക്ഷെങ്കിൽ രാവിലെ ഞാൻ ഓർത്ത് അങ്ങനെ ഒന്ന് കഴിച്ചേക്കാം, അമ്മയ്ക്ക് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട്, എന്നാലും പഴങ്കഞ്ഞി ആയതുകൊണ്ട് കഴിച്ചോളൂ. അപ്പൊ ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കണ്ടാണ്. ഇത് ചോറായിട്ടായതുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് അലിയുമല്ലോ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ, ഇങ്ങനെ ഒന്ന് ഉടയ്ക്കാൻ പോവാം. അത് ഇച്ചിരി ഒന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ചോറായിട്ടിരിക്കുക. അപ്പൊ ചെറിയ ഇങ്ങനെ ഒന്ന് ഉടച്ചേക്കാം. ഇത് കണ്ടാലും അനുകരിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. നിങ്ങളെ തലേദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ചൊക്കെ ഇട്ടാൽ പഴങ്കഞ്ഞിയാവും. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഞാൻ ചെയ്തേച്ചാൽ മതി. പക്ഷെ എനിക്ക് ഇത്തിരി അലിയുന്ന പോലെ വേണം. നമുക്ക് അമ്മയ്ക്കും അങ്ങനെ തന്നെ ചെയ്യണം. അമ്മ കുറച്ച് എടുത്തിട്ടുള്ളേ, ഒരു പനിക്കോളുള്ളതുകൊണ്ട്. എന്നാലും വിശപ്പില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കഴിപ്പിക്കാൻ നോക്കും. കട്ടിയുള്ളത് തന്നെ കഴിപ്പിക്കാനായിരുന്നു നോക്കുന്നത്. പിന്നെതാ 2 കിളിമീൻ വറുത്തുകൊണ്ട് ഞാൻ 2026 തുടക്കത്തിലേ പറഞ്ഞത് ഈ ഓമയ്ക്കത്തോരൻ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒന്നും ഞാൻ കഴിക്കുന്നതല്ലായിരുന്നു. ഇന്ന് മുതൽ ഞാൻ കഴിക്കാൻ തുടങ്ങുന്നത്. അതിപ്പോ ഞാൻ 2-3 പ്രാവശ്യം വെച്ച് കേട്ടോ. ഇതാ ഓമയ്ക്കത്തോരനുണ്ട്, കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്, ഒരു നെല്ലിക്ക ഉണ്ട്, പിന്നെ എന്റെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്, എടുക്കുന്നില്ല. പിന്നുള്ളത് കാച്ചിയ മോരാണ്. കാച്ചിയ മോര് ഒഴിക്കാം. മറ്റൊരു മതി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇതാ പാവയ്ക്ക ഉപ്പിലിട്ടില്ലേ, അതിന്റെ വെള്ളമാണ്. പ്രത്യേകിച്ച് ഉപ്പൊന്നും ഒഴിക്കുന്നില്ല, ഇത് ഉപ്പുവെള്ളത്തിലായതുകൊണ്ട് അത് ഇരിക്കുന്നത്. പിന്നെ സാധാ വെള്ളമാണ്, തിളപ്പിച്ചാർച്ച വെള്ളം. ആ വെള്ളം ഒഴിക്കുക. പഴങ്കഞ്ഞിയായത് എല്ലാം കൂടെ കൂട്ടി ഉപ്പുണ്ടോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ആ പാവയ്ക്കയുടെ വെള്ളം തന്നെ ഒഴിക്കും. ഒഴിച്ചു നോക്കുന്നേ. ഉപ്പില്ല. വേണം. ശരി, പാവയ്ക്കയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പഴങ്കഞ്ഞി സാധാരണ എല്ലാം വിട്ട് ഇളക്കില്ല, ഞാൻ അതുപോലെ ഒന്ന് കുടിക്കട്ടെ. ഒരു ഓമയ്ക്ക ഇട്ട് ഇളക്കുവായിരുന്നു, ഇത് ഇട്ട് ഇളക്കാം. പിന്നെ നെല്ലിക്ക വാട്ടാതെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പക്ഷെ അത് അരിഞ്ഞു, അതും കൂടി ഇട്ടങ്ങ് ഇളക്കി. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നല്ല രസം. ഇപ്പൊ ഉപ്പ് കറക്റ്റായി. ഓമയ്ക്കായിട്ട് ഇളക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണോ ശരിക്കും പഴങ്കഞ്ഞി? പക്ഷെ ഞങ്ങൾക്കിതാ പഴങ്കഞ്ഞി കേട്ടോ. ഞാൻ ചോറിലെടുപ്പ് കുറവാണല്ലോ, അപ്പം രാവിലെ കുറച്ചെങ്കിലും ഇടയ്ക്കൊക്കെ ചോറ് ചെല്ലണ്ടേ. വെറുതെ ഇത് കുടിക്കാൻ നേരം വീഡിയോ എടുക്കുന്നേ ഉള്ളേ. ചെറിയ കിളിമീനാ, ഒരു രുചിയില്ലാത്ത കിളിമീൻ. ഇത് എത്രയാണ്? നെല്ലിക്കയോട് ഇട്ടിളക്കിയേ, നല്ല ടേസ്റ്റാ. ഇപ്പം